കേപ്പ് ടൗൺ ടെസ്റ്റിൽ ഇന്ത്യക്ക് 7 വിക്കറ്റ് ജയം, ബുംറയ്ക്ക് 6 വിക്കറ്റ്. കണ്ണൂരിലെ നേതാവിൽ നിന്ന് പെട്ടെന്ന് സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിയതിന്റെ പരിമിതി കെ സുധാകരനുണ്ടെന്ന് കെ മുരളീധരൻ. രാഷ്ട്രീയ വിഷയങ്ങളിൽ പെട്ടെന്ന് അഭിപ്രായം പറയുന്നതാണ് സുധാകരനെ വെട്ടിലാക്കുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. MLA എന്ന പ്രവർത്തന പരിചയം മാത്രമുള്ളത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വി ഡി സതീശന് വെല്ലുവിളിയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. കേരളം മുഴുവൻ കറങ്ങിയുള്ള പ്രവർത്തനത്തിന് പലപ്പോഴും വി ഡി സതീശന് കഴിയുന്നില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി. അദ്ദേഹത്തിന് ഈ കേരള രാഷ്ട്രീയം മൊത്തം കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് പെട്ടെന്നൊരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ വന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിന് പഴയ പോലത്തെ ഒരു ആരോഗ്യം ചുറുചുറുക്കും അല്പം നഷ്ടപ്പെട്ടൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളുണ്ട്, പക്ഷെ അതൊന്നും അദ്ദേഹം മനഃപൂർവ്വം വരുന്നതല്ല. അപ്പോൾ KPC പ്രസിഡന്റ് ആവാൻ അല്പം കൂടി ഒരു പക്വതപ്പെടേണ്ടതുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്നും പെട്ടെന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ള ചില ഗ്യാപ്പുണ്ട്. അതാണ് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഇങ്ങനെ വരാൻ കാരണം. വി ഡി സതീശൻ നിയമസഭയിലും ഏറ്റവും കൂടുതൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ബഡ്ജറ്റ് വരുന്നു. ബഡ്ജറ്റ് ഏറ്റവും നന്നായി പഠിച്ച് പറയാൻ മിടുക്കൻ വി ഡി സതീശനാണ്, അന്നും ഇന്നും അതെ. പിന്നെ പക്ഷേ സംസ്ഥാന തലത്തിൽ അദ്ദേഹം ഈ MLA ആയിട്ടാണല്ലോ വരുന്നത്. MLA മാരാകുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് അദ്ദേഹം കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലത്തിലാണ്. ഒരു കേരളം മുഴുവൻ ഓടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവ് അദ്ദേഹത്തിനുണ്ട്. സാമുദായിക സംഘടനകളെ കൈകാര്യം ചെയ്യുന്നതിൽ KPCC നേതൃത്വത്തിന് വീഴ്ച പറ്റുന്നുവെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. സാമുദായിക സംഘടനകളെ ഒപ്പം നിർത്താനാവണം, അതിന് അവരുമായി നിരന്തര ആശയവിനിമയം നടത്തണം. ഇപ്പോഴത്തെ നേതൃത്വം ഇക്കാര്യത്തിൽ പരാജയമാണ്. ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ നഷ്ടപ്പെടുന്നുവെന്നത് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയണമെന്നും കെ മുരളീധരൻ പറഞ്ഞു. സാമുദായിക സംഘടനകളും പ്രധാന ഘടകമാണ്. അതുകൊണ്ട് സാമുദായിക സംഘടനകളുമായിട്ട് ഒരു സമദൂരം, അതിൽ NSS പറയുന്ന പോലെ സാമുദായിക സംഘടനകളുമായിട്ട് അകലം ഉണ്ടാവരുത്, എന്നാൽ അടുക്കുന്നതിലും ഒരു ഡിസ്റ്റൻസ് കീപ്പപ്പ് ചെയ്ത്. കാരണം കോൺഗ്രസ് ഒരു ജനാധിപത്യ സംഘടനയാണ്, മതേതര സംഘടനയാണ്, പല അഭിപ്രായങ്ങളുണ്ടാവും. ഇപ്പോൾ ഞാൻ പറയും, കേരളത്തിൽ ഉദാഹരണമായിട്ട് അഖിലേന്ത്യാ തലത്തിൽ പാർട്ടി കൈക്കൊണ്ടിട്ടുള്ളത് ജാതി സെൻസസ് വേണമെന്നാണ്. പക്ഷേ കേരളത്തിൽ എതിർപ്പുണ്ട്. അത് NSSന് മാത്രമല്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും അതിൽ കുറേ എതിർപ്പുണ്ട്. പക്ഷേ പാർട്ടിക്ക് ഒരു അഖിലേന്ത്യാ നയമുള്ളപ്പോൾ ആ നയത്തിൽ നിന്ന് മാറാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു നയമുള്ളപ്പോൾ അതെങ്ങനെ സ്റ്റേറ്റിൽ നടപ്പാക്കാം എന്നുള്ളത് അതിനോട് വിയോജിപ്പുള്ളവരുമായി ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കണം. അല്ലാതെ രണ്ട് കൂട്ടരും രണ്ട് രീതിയിൽ പറയുന്നു, നമ്മളിതിൽ തലയിടണ്ടെന്ന് ചോദിച്ചാൽ കാര്യമില്ല. ഇലക്ഷൻ വരുമ്പോൾ ചോദിക്കില്ല, എന്താ നിങ്ങളുടെ നയം? ഞങ്ങളുടെ നയം എന്ന നയമാണ്, പക്ഷേ ഇവിടെ നടപ്പാക്കുമ്പോൾ നിങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഞങ്ങൾ തീരുമാനമെടുക്കും. ആ രീതിയിലുള്ളൊരു സമ്പർക്കം ഇന്ന് നമ്മുടെ നേതൃത്വത്തിന് ഇല്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ഞാനതിനെ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അത് പരിഹരിക്കണം. KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും പരോക്ഷ വിമർശനവുമായും കെ മുരളീധരൻ രംഗത്തെത്തി. പ്രവർത്തന പരിചയമുള്ള സീനിയർ നേതാക്കളെ ഉപയോഗപ്പെടുത്താൻ KPCC നേതൃത്വത്തിന് കഴിയുന്നില്ല. രാഷ്ട്രീയകാര്യ സമിതിയോട് KPCC പ്രസിഡന്റുമാർക്ക് താൽപ്പര്യമില്ല. പാർട്ടിയിൽ കൂടിയാലോചനയും ചർച്ചയുമില്ല. പിണറായി വിജയനാണ് എതിർഭാഗത്ത് നിൽക്കുന്നതെന്ന ഓർമ്മ നേതാക്കൾക്കുണ്ടാവണമെന്നും മുരളീധരൻ പറഞ്ഞു. അതായത് ഈ എൻ്റേന്ന് മാത്രമല്ല, സീനിയർ ലീഡേഴ്സൊക്കെ ആയിട്ട്, അതിൽ പ്രത്യേകിച്ച് മുൻ പ്രസിഡൻറ്റുമാരുമായിട്ട് ഒരു ഡിസ്കഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ തിരുവഞ്ചൂരിനെ പോലത്തെ സീനിയർ ലീഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു 5-10 നേതാക്കളൊന്നൊരു സ്ട്രാറ്റജി രൂപം നൽകുന്നൊരു സിസ്റ്റം ഇല്ല എന്നുള്ളൊരു മൈനസ് പോയിൻ്റ് ഉണ്ട്. അത് ഇപ്പോഴുള്ള നേതൃത്വമാണ് അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത്. കാരണം നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം പിണറായി പോലത്തെ ഒരാൾ മറുഭാഗത്ത് നിൽക്കുമ്പോൾ ഇവിടെ നമ്മളിങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ അതെങ്ങനെ മൊത്തം ബാധിക്കും, അങ്ങനത്തെ ഒരു ഡിസ്കഷൻ വേണം. എന്തുകൊണ്ടാണ് പിന്നീട് വരുന്ന പല പ്രസിഡൻറ്റുമാർക്കും രാഷ്ട്രീയകാര്യ സമിതിയുടെ കാര്യത്തിലൊരു ഒരു മെല്ലെ പോക്ക് നയം ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോഴല്ല, മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അത് ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇത്രയും അപകടം ഉണ്ടാവില്ലായിരുന്നു. അത് ചർച്ച ചെയ്യാൻ കഴിയാതെ പോയതാണ് രാഷ്ട്രീയകാര്യ സമിതിക്ക് പറ്റിയ ഒരു തകരാറെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചെയ്യേണ്ട രാഷ്ട്രീയകാര്യ സമിതിയിൽ പിന്നെ അതുപോലെ തന്നെ അംഗസംഖ്യ വളരെ കൂട്ടുന്നതിനോട് യോജിപ്പുള്ള ഒരാളൊന്നുമല്ല ഞാൻ.
കോൺഗ്രസിൽ ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ കാലം കഴിഞ്ഞെന്നും കെ മുരളീധരൻ പറഞ്ഞു. താൻ ഇനി ഗ്രൂപ്പ് പ്രവർത്തനത്തിനില്ല, അതിനുള്ള ആരോഗ്യം പാർട്ടിക്കില്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. അല്ല, ഇപ്പോൾ ഗ്രൂപ്പ് ഏതാന്നുള്ള ആർക്കും അറിയില്ലല്ലോ. ഇപ്പോൾ അങ്ങനെ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഗ്രൂപ്പിൻ്റേതായിട്ടുള്ള ഒരു ലീഡർഷിപ്പും ഇല്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഐ ഗ്രൂപ്പിനെ നയിച്ച കെ കരുണാകരനൊന്നുമില്ല, എ ഗ്രൂപ്പിനെ നയിച്ച ഉമ്മൻചാണ്ടി ഇന്നില്ല, എ എന്നുള്ള പേരിന് കാരണക്കാരനായിട്ടുള്ള എ കെ ആന്റണി ഇന്ന് ഈ കാര്യങ്ങളൊന്നും തന്നെ ഇടപെടുന്നില്ല. അപ്പോൾ ഏതാണ് ഗ്രൂപ്പ്, എന്താണ് ഗ്രൂപ്പ് എന്ന് ഇപ്പോൾ ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഇന്ന ഗ്രൂപ്പാന്ന് പറയേണ്ട ആവശ്യം എന്താ? മാത്രമല്ല അങ്ങനെ ഒരു കമ്പാർട്ട്മെൻ്റായിട്ട് ഇനി വേർതിരിഞ്ഞ് പോകാനുള്ള ആരോഗ്യവും പാർട്ടിക്കില്ല. എന്തായാലും താങ്കൾ ഇനി ഒരു ഗ്രൂപ്പ് പറഞ്ഞൊരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് തീർച്ചയായും ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. വടകരയിൽ നിന്ന് തന്നെ താൻ ലോക്സഭയിലേക്ക് മത്സരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേമത്തെ മത്സരിച്ചത് തെറ്റായ തീരുമാനമായിരുന്നു. വടകരയിൽ ശ്രദ്ധ ചെലുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിയമസഭയിൽ 3 സീറ്റ് കൂടി നേടാൻ കഴിയുമായിരുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നേമത്ത് മത്സരിക്കേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ എന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ എൻ്റെ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ജയിക്കാവുന്ന 2-3 സീറ്റ് നഷ്ടപ്പെട്ടു. കാരണം ഒരു കോർഡിനേഷൻ ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ഞാൻ വടകരയിലെ എൻ്റെ 7 സ്ഥലത്തും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു 2 സീറ്റ് മിനിമം UDF കിട്ടുമായിരുന്നു. ഇതിപ്പോൾ രമയിൽ മാത്രം ഒതുങ്ങി. രമയ്ക്കും ഉദ്ദേശ ഭൂരിപക്ഷം കിട്ടിയില്ല. കാരണം എനിക്ക് 22,000 വോട്ട് ഭൂരിപക്ഷമാണ് വടകരയിൽ കിട്ടിയത്. രമ ജയിച്ച 6,000 ഇഷ്ടം വോട്ടിനാണ്. അപ്പോൾ അവിടെ ഒരു കോർഡിനേറ്റ് ചെയ്യാൻ ആളുണ്ടായിരുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ അതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. പാറയ്ക്കൽ അബ്ദുള്ള തോറ്റ വെറും 392 വോട്ടിന്. അപ്പോൾ ഒരു തെറ്റായ തീരുമാനമായിരുന്നു യഥാർത്ഥത്തിൽ. അല്ല, അതന്ന് നേമത്ത് ഈ പറയുന്നത് പോലെ മറ്റേ കെട്ടിവെച്ച കാശ് പോയി UDFന് 2016 ഇലക്ഷനിൽ BJP ആയിട്ട് രഹസ്യധാരണ ഇങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചപ്പോഴാണ് എന്നോട് നിൽക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ഞാൻ തയ്യാറാണെന്ന്. അപ്പോൾ പക്ഷേ അതുകൊണ്ട് എന്ത് പറ്റി, അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നു, മറ്റെവിടെയും പോകാൻ പറ്റിയില്ല. VM സുധീറിന് പിന്തുണയുമായും കെ മുരളീധരൻ. സുധീരൻ KPCC യോഗത്തിൽ പറഞ്ഞത് സുധാകരൻ പരസ്യമാക്കിയത് തെറ്റായിപ്പോയി. VM സുധീറിനുമായി സഹകരണമില്ലെന്ന KPCC പ്രസിഡന്റിന്റെ നിലപാട് ശരിയല്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. കമ്മിറ്റിയിൽ പറയുമ്പോൾ പലതും TV വരുന്നു. അത് മൊത്തം ഇപ്പോൾ കോൺഗ്രസ്സിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏറ്റവും വലിയ കേഡർ പാർട്ടിയായിട്ടുള്ള CPMലെ ചർച്ചകൾ ഇന്ന് പുറത്തു വരികയാണ്. അപ്പോൾ അത് സ്വാഭാവികമാണ്. കോൺഗ്രസ് ആണെങ്കിൽ ആദ്യം എല്ലാ കാര്യവും പുറത്താണ്. പക്ഷേ എങ്കിലും പാർട്ടി വേദിയിൽ പറയുന്ന കാര്യങ്ങൾ കഴിയുന്നതും പുറത്ത് അറിയിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ആര് ചെയ്തു എന്ന് ഇപ്പോൾ പറയാൻ നിവർത്തിയില്ല. അപ്പോൾ സുധീരൻ പറയുന്ന അദ്ദേഹം കമ്മിറ്റിക്കകത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ പുറത്തു വന്നു. പുറത്തു വന്നതിനെക്കുറിച്ച് KPCC പ്രസിഡൻറ്റ് പരസ്യമായിട്ടുള്ള ചില കമൻറ്റുകൾ പറഞ്ഞു. ഞാൻ പറയുന്നത് എല്ലാം ഒഴിവാക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഒരാൾ ശരി വേറൊരാൾ തെറ്റെന്ന് പറയുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞതായിട്ടുള്ള വാർത്ത പുറത്തു വന്നാൽ നമ്മൾ അത്രയും ശക്തമായിട്ട് പ്രതികരിക്കേണ്ട കാര്യമില്ല. ക്രിസ്മസ് വിരുന്നിന് പോയ ക്രൈസ്തവ ബിഷപ്പുമാർ മണിപ്പൂർ ഉന്നയിക്കണമായിരുന്നുവെന്നും കെ മുരളീധരൻ പറഞ്ഞു. മറ്റു വാർത്തകൾ നോക്കാം. ജസ്നയുടെ തിരോധാനത്തിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ തള്ളി CBI. ജസ്നയെപ്പറ്റി സൂചനയൊന്നുമില്ലെന്നും ജസ്ന മതപരിവർത്തനം ചെയ്തിട്ടില്ലെന്നുമാണ് CBI റിപ്പോർട്ടിലുള്ളത്. തിരോധാനത്തിന് പിന്നിൽ തീവ്രവാദ സംഘങ്ങൾക്ക് പങ്കില്ല. മതപരിവർത്തന കേന്ദ്രങ്ങൾ പരിശോധിക്കുകയും അയൽ സംസ്ഥാനങ്ങളിലും മുംബൈയിലും അന്വേഷിച്ചതായും CBI പറയുന്നു. CBI റിപ്പോർട്ട് വിശദാംശങ്ങൾ ന്യൂസ് 8 ലഭിച്ചു. കൊല്ലത്ത് കലയുടെ ഉത്സവം. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം GTechൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. കൊല്ലം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 50ഓളം കുട്ടികളാണ് സ്കൂൾ കലോത്സവത്തിലെ സ്വാഗത നൃത്തശില്പം അവിസ്മരണീയമാക്കിയത്. ചലച്ചിത്ര താരം ആശാ ശരത്തിനൊപ്പം ചേർന്ന് വേദിയിലിരുന്നവരുടെ മനം കവർന്നാണ് കലാമാമാങ്കത്തിന് അവർ വർണ്ണാഭമായ തുടക്കമിട്ടത്. പ്രമുഖ കൊറിയോഗ്രാഫർ ബിജു ധ്വനി തരംഗാണ് നൃത്തം ചിട്ടപ്പെടുത്തിയത്. എൽദോപ്പോൾ പുതുശ്ശേരിയുടെ റിപ്പോർട്ട്.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് അത് ഗംഭീര തുടക്കമായിരുന്നു. ആ ഗംഭീര തുടക്കത്തെ ഏറ്റവും നിറമാർന്നതാക്കിയത് ഈ നിൽക്കുന്ന കുരുന്നു പ്രതിഭകളാണ്. എന്തുകൊണ്ടാണ് അവർ സ്വാഗത നൃത്തമൊരുക്കിയത്? ആശ ശരത്ത്, പ്രമുഖ നടി, നർത്തകി, ഇവർക്കൊപ്പം ചേർന്ന് ഇവരങ്ങ് ആ സ്റ്റേഡിയത്തിലെ പ്രധാന വേദിയെ അക്ഷരാർത്ഥത്തിൽ ഹരം കൊള്ളിച്ചു. അല്ലെങ്കിൽ കൊല്ലത്തിന്റെ ഒരു സാംസ്കാരിക തനിമയെ വിളിച്ചു തരത്തിൽ അവർ ഭംഗിയായി കൈകാര്യം ചെയ്യുകയും ചെയ്തു. നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് പെർഫോമൻസ്? ഈ ആശ ശരത്ത് എങ്ങനെയാ എല്ലാ ദിവസവും നിങ്ങളോടൊപ്പം ഈ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ വരുമായിരുന്നു? ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. തലേ ദിവസമാണ് ഒരു ദിവസം വരുത്തോളം പറഞ്ഞു, പക്ഷേ മാം തലേ ദിവസം വന്ന് ഞങ്ങളുടെ കൂടെ പ്രാക്ടീസിനൊക്കെ 2 ദിവസം പ്രാക്ടീസിനൊക്കെ നിന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആണ് മാമിന്റെ കൂടെ കളിക്കാൻ പറ്റിയത്. ഓക്കെ, ബിജു ധ്വനി തരംഗ് എന്ന നൃത്ത അധ്യാപകനാണ് ഇതിന്റെ കോറിയോഗ്രാഫി ചെയ്തത്. അപ്പോൾ ഇതിന്റെ ഒരു തീം എന്തായിരുന്നു? ടീം എല്ലാ കലാരൂപങ്ങളും ഒന്നിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രേക്ഷകരെ കാണിക്കുകയാണ്. ഓക്കെ, ഈ ആശാശരത്തിന്റെ കൂടെ എങ്ങനെ പെർഫോം ചെയ്യാൻ പേടിയുണ്ടായിരുന്നു? ഒട്ടും പേടി തോന്നില്ലേ? വലിയ പെർഫോമർ അല്ലേ? അപ്പോഴോ ഇല്ല, ഇവിടെ പേടിയുണ്ടായിരുന്നോ? ചെറിയ ടെൻഷൻ. എന്റെ ടെൻഷൻ എങ്ങനെ മാറി? വന്നപ്പോ മാം നല്ല ഫ്രണ്ട്ലി ആണ്, മാം തന്നെ മാറ്റി തന്നു. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ആശാശരത്ത്? രസമുണ്ടായിരുന്നു. ഇവരൊക്കെ ഈ പല നൃത്ത ഇനങ്ങളിലായി ഈ കൊല്ലം ജില്ലാ കലോത്സവങ്ങളിൽ 1ാം സ്ഥാനവും എ കിട്ടിയവരാണ് നിങ്ങൾ എല്ലാവരും അല്ലേ? പല പല സ്കൂൾ, എത്ര സ്കൂളിൽ കുട്ടികളുണ്ട് ഇവിടെ? ഏതാണ്ട് കുറെ സ്കൂളിലെ കുട്ടികളുണ്ട്. ഏതായിരുന്നു മോളുടെ ഐറ്റം ജില്ലയില്? കുച്ചിപ്പുടി, കേരള നടനം. ഇവിടെയോ? ഭരതനാട്യം. മോന്റെയോ? ഞാൻ ഭരതനാട്യം, കുച്ചിപ്പുടി, കേരള നടനം. 3 നർത്തകനാണല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെ ഈ കൊല്ലത്തെ ഈ കലോത്സവം കലക്കുവോ? ഈ കൊല്ലം കണ്ടവർക്ക് ഇല്ലം വേണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ? ഞാനൊക്കെ വേറെ ജില്ലയിൽ നിന്ന് വന്നാ എനിക്കൊക്കെ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരുമോ? കൊല്ലം അടിപൊളിയാണോ? ഉറപ്പ്. അപ്പൊ നിങ്ങളുടെ മത്സരങ്ങളൊക്കെ എന്നൊക്കെ ഇനി നിങ്ങളുടെ മത്സരം എന്നാ? എനിക്ക് മത്സരം ഇല്ല. ഓക്കെ, മോന് മത്സരം ഉണ്ടോ? ഇല്ല. ഇവിടെ സ്റ്റേറ്റ് മത്സരം ഉണ്ടോ? ഈ സ്റ്റേറ്റിൽ ഇനി കലോത്സവ വേദിയിൽ മത്സരിക്കാനുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിൽ? 1, 2, 3, 4, 5, 6, 7 പേരുണ്ടോ? ഓക്കെ, എന്നാ മത്സരം? കേരള 6ാം തീയതി. ഇവിടെയോ? നാളെ മോഹിനിയാട്ടം. നാളെ ഉണ്ടോ? 7ാം തീയതി. അപ്പൊ മത്സരിക്കാനുള്ള എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി കൊല്ലം, കലക്കൻ കൊല്ലം പറയാം. അല്ല വേണ്ട, കലകലാരവം എന്ന് പറയാൻ പറ്റുമോ? കലകലകലയല്ല, കലകലാരവം. കൊല്ലത്ത് കലകലാരവം. ഉറക്കെ പറ, ക്യാമറ നോക്കി. കൊല്ലത്ത് കലമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഈ കുട്ടികൾ അടിപൊളിയായിട്ടായിരുന്നു. ഗംഭീരമായിട്ടാണ് ഈ സ്റ്റേജിനെ ആദ്യ ദിനം അസാധ്യമാക്കിയത്. മനോഹരമായിട്ടുള്ള പെർഫോമൻസ് ആശാ ശരത്തിനൊപ്പം ഈ കുട്ടികൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം ന്യൂസ് 18. എന്താ ടീച്ചർ, എന്താ പ്രശ്നം? എന്താ ടീച്ചർക്ക് എന്താ കുഴപ്പം? 2 ദിവസം കൊണ്ട് ഞങ്ങളതെല്ലാം 2 ദിവസം കൊണ്ട് പഠിപ്പിച്ച് തീർത്തു മൊത്തം? 2 ദിവസം കൊണ്ട് നമുക്ക് വീഡിയോസ് എല്ലാം അയച്ചു തന്നു. കുട്ടികളെല്ലാം നല്ല മികച്ച നൃത്തരംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന കുട്ടികളായതുകൊണ്ട് 2 ദിവസം കൊണ്ട് ഫുള്ള് പഠിച്ചു. അപ്പൊ കോറിയോഗ്രാഫി ചെയ്ത ബിജു സാറ് വീഡിയോസ് അയച്ചു തന്നു, ടീച്ചറാണത് എക്സിക്യൂട്ട് ചെയ്തത്? അതെ. പിന്നെ ഫോർമേഷൻ എല്ലാം സാറ് വന്നിട്ട് ചെയ്ത്. ഞാനിത് ടീച്ചറാണെന്ന് കരുതിയില്ല, കുട്ടിയാണെന്ന് കരുതിയില്ലേ മാറുന്നത്. ടീച്ചർ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ RLV MA മോഹിനിയാട്ടം കഴിഞ്ഞിട്ട് ഇപ്പം പഠിപ്പിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടില്, അഞ്ചല്. അപ്പൊ ടീച്ചറെ പരിചയപ്പെടുത്തിയല്ലോ, സന്തോഷമായല്ലോ. ഇനി എനിക്ക് സൈൻ ഓഫ് ചെയ്യാലോ. ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം എൽദപ്പോൾ പുതുശ്ശേരി, ന്യൂസ് 18. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം GTechൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ് ഭാരതത്തിന്റെ. കൊല്ലത്തെ ഈ ഒരു വേദിയിൽ, പ്രധാന വേദിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9 മണിക്ക് ആശ്രാമം മൈതാനത്തെ പ്രധാന വേദിക്കരികെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തിയതോടെ കലാമേളയ്ക്ക് ഔദ്യോഗിക തുടക്കമായി. 24 വേദികളിൽ 239 ഇനങ്ങളിൽ 14,000 കുട്ടികൾ 5 നാൾ നീണ്ട കലാമാമാങ്കത്തിൽ മാറ്റിവെക്കും. ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്തമാണ് ഇന്നത്തെ ഗ്ലാമർ ഇനം.
എം ജി മിഥുൻ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ദേശിംഗനാടിന്റെ മണ്ണിൽ ഇനി 5 നാൾ കലാപൂരം അരങ്ങേറുകയാണ്. ഔദ്യോഗിക തുടക്കമായിരിക്കുന്നു. ഉദ്ഘാടനം അല്പസമയത്തിനകം മുഖ്യമന്ത്രി നിർവഹിക്കും. ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? പ്രധാന അതിഥികൾ ആരൊക്കെയാണ്? എന്തൊക്കെയാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? അല്പസമയത്തിന് മുമ്പ് വേദിയിലേക്ക് മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി ഗോത്രകല കലോത്സവത്തിന്റെ ഭാഗമായിരിക്കും എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മംഗളം കളിയാണ് ഇത്തവണത്തെ കലോത്സവത്തിന്റെ ഭാഗമായിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ഗോത്ര വിഭാഗക്കാരായ മാവിലർ, മലവേട്ടുവൻ സമുദായക്കാർ മംഗളകർമ്മങ്ങളുടെ സമയത്ത് നടത്തിവരുന്ന നൃത്തമാണ് ഇത്. അതാണ് അവർ ഐതിഹ്യമായി കണക്കാക്കുന്നത്. കല്യാണക്കളി എന്നും ഇതിനെ അറിയപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വൃത്യാകൃതിയിൽ നിന്ന് സ്ത്രീകളും പുരുഷന്മാരും ചുവടുവെച്ച് വട്ടം തിരഞ്ഞ് നൃത്തം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓരോ പാട്ടിലും ഗോത്രവർഗ ജീവിതത്തിന് യഥാർത്ഥ പരിസരവും ഒപ്പം തന്നെ അവരുടെ ദുഃഖവും സന്തോഷവും നിത്യജീവിത രാഗങ്ങളും എല്ലാം തന്നെ നമുക്കിതിൽ പ്രകടമാവുകയും ചെയ്യും. ഒപ്പം തന്നെ ഇത്തവണ പ്രദർശനം ഇനം എന്ന നിലയ്ക്കാണ് ഗോത്രകല കലോത്സവത്തിൽ അവതരിപ്പിക്കുന്നതും. ഉദ്ഘാടന ചടങ്ങുകൾക്ക് മുന്നോടിയായി തന്നെ മുഖ്യമന്ത്രി ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നോടിയായി തന്നെ ഈ ഒരു പ്രദർശന കലയാണ് ഈ ഗോത്ര വിഭാഗത്തിലെ കല ഇപ്പോൾ ഈ ഒരു വേദിയിൽ കൊല്ലത്തെ ഈ ഒരു വേദിയിൽ പ്രധാന വേദിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. 62ാമത് ന്യൂസ് 18 വേണ്ടി യു പ്രതിഭ. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തേക്കിൻകാട് മൈതാനത്തെ ആൽമരം വെട്ടിയതിനെ ചൊല്ലി വിവാദം. ക്ഷേത്രത്തിന് സമീപത്തെ പൈതൃക മരങ്ങളുടെ കൂറ്റൻ ചില്ലുകളാണ് വെട്ടിയത്. പരമശിവന്റെ ജഡയായി കരുതുന്ന തേക്കിൻകാട്ടിലെ ആൽമരങ്ങൾ മുറിക്കുന്നതിനെതിരെ നേരത്തെ BJP രംഗത്ത് വന്നിരുന്നു. വിഷയത്തിൽ ദേവസ്വം ബോർഡിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. അതിനിടെ പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം തളിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ BJP പ്രവർത്തകർ തടഞ്ഞത് സംഘർഷത്തിന് കാരണമായി. മോദിക്ക് വേദിയൊരുക്കാനായി വടക്കുനാഥ ക്ഷേത്രത്തിന് സമീപത്തെ ആൽമരത്തിന്റെ ശിഖരം മുറിച്ചതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് പ്രതികരിച്ചു. പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ചാണകവെള്ളം തളിക്കാൻ അവസരം ഒരുക്കിക്കൊടുത്തുവെന്നാണ് BJPയുടെ ആരോപണം. പ്രധാനമന്ത്രിയുടെ ആരോപണത്തിന് മറുപടിയുമായി CPM. കള്ളക്കടത്തിന്റെ കേന്ദ്രം പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. സ്വർണ്ണക്കടത്ത് പിടിക്കാൻ ആരായിരുന്നു തടസ്സമെന്നും കേന്ദ്ര ഏജൻസികൾ പൂർണ്ണമായി പരാജയപ്പെട്ടതായും MV ഗോവിന്ദൻ പറഞ്ഞു. അത് പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ ചുമതലയാണ്. എന്തേ ഇതേവരെ സ്വർണ്ണക്കടത്ത് നടന്നു എന്നെല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തേ പിടിക്കാത്തത്? ആരായിരുന്നു തടസ്സം പിടിക്കുന്നതിന്? അപ്പോൾ ഇമാതിരിയുള്ള പ്രധാനമന്ത്രിയാകുമ്പോൾ വേറെ പദമൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള പദമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കാൻ ഉത്തരവാദിത്തമുള്ള കേന്ദ്രം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ്, അവിടെ ഏജൻസികൾ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ട് ഒരു തരത്തിലുള്ള കൃത്യതയും കൈകാര്യം ചെയ്യാൻ സാധിക്കാതെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തിയിട്ട് ഇപ്പോഴും കേരളത്തിൽ വന്നിട്ട് ഏതോ ഓഫീസ് ഇതെല്ലാം സംരക്ഷിച്ച് നിങ്ങൾക്കറിയാലോ എന്ന് പറയുന്ന തികച്ചും തെറ്റായ നിലപാടാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയുടെ ഭാഗമായിട്ട് വന്നുചേർന്നിട്ടുള്ളത്. അദ്ദേഹമാണ് അതിൻ്റെ ഉത്തരവാദി. അവരാണത് കൈകാര്യം ചെയ്യേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തെ പരിഹസിച്ച മന്ത്രി കെ രാജൻ. മോദിക്ക് തൃശൂർ കാണാൻ കഴിഞ്ഞതായും തട്ടുകടക്കാർക്കുൾപ്പെടെ നല്ല കച്ചവടം നടന്നതായും കെ രാജൻ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് ഓഫീസ് എല്ലാവർക്കും അറിയാമെന്ന പ്രധാനമന്ത്രിയുടെ ആരോപണത്തിനും മന്ത്രി മറുപടി പറഞ്ഞു. പ്രധാനമന്ത്രി എത്ര തവണയായി സ്വർണ്ണക്കടത്ത് പറയുന്നു? പ്രധാനമന്ത്രി പദവിയിലിരുന്ന് ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ആലോചിക്കണം. മണിപ്പൂരിൽ സ്ത്രീകളെ നഗ്നരാക്കി ആൾക്കൂട്ടം ആക്രമിച്ചതിനെ പറ്റി മോദി വനിതാ സമ്മേളനത്തിൽ ഒന്നും പറഞ്ഞില്ലെന്നും മോദിക്ക് വടക്കുന്നാഥിന് മുന്നിൽ എല്ലാം ഏറ്റുപറയാമായിരുന്നു എന്നും കെ രാജൻ വിമർശിച്ചു. ഓടിപ്പോയ രണ്ട് സ്ത്രീകൾ ഏതെങ്കിലും രണ്ട് സ്ത്രീകളല്ല, ഏതെങ്കിലും വിഭാഗത്തെ പ്രതിനിധീകരിച്ച. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ ബിഷപ്പുമാർ പങ്കെടുക്കുന്നതിൽ തെറ്റില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വിരുന്ന് കഴിഞ്ഞ് വിചാരധാര വായിക്കേണ്ടതായിരുന്നു. വിമർശനം തെറ്റല്ല, പക്ഷേ വിമർശിക്കുന്ന ഭാഷ പ്രധാനമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു.
സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്ന് പ്രധാനമന്ത്രിക്ക് ബോധ്യമുള്ള ഒരു ഓഫീസിനെ എന്തുകൊണ്ടാണ് വെറുതെ വിട്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. BJP ഇതര മുഖ്യമന്ത്രിമാരുടെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തുന്നവർ കേരളത്തിൽ സന്ധി ചെയ്തത് എന്തിനാണെന്നും സതീശൻ ചോദിച്ചു. കരുവന്നൂരിലെ അന്വേഷണം അട്ടിമറിച്ച് BJPയെ വിജയിപ്പിക്കാൻ CPM-ഉം സംഘപരിവാറും തമ്മിൽ ഗൂഢാലോചനയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ചരിത്ര വിജയമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. സന്ദർശനം LDF-നെയും UDF-നെയും അസ്വസ്ഥരാക്കി. കോൺഗ്രസിന്റെ വരേണ്യ നേതൃത്വം നരേന്ദ്രമോദി അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ലെന്നും അതിനാലാണ് മോദി എത്തിയ സ്ഥലത്ത് ചാണകവെള്ളം തളിക്കാൻ ഒരുങ്ങിയതെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. വലിയ അങ്കലാപ്പിലാക്കി, വലിയ തോതിലുള്ള തെറ്റായ നടപടികൾ, പ്രചരണങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നിപ്പോ തേക്കിൻകാട് മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വന്ന സ്ഥലത്ത് വെള്ളം തളിക്കാൻ കോൺഗ്രസ്സുകാർ വന്നു. നരേന്ദ്രമോദിജിയെ പ്രധാനമന്ത്രിയായി അംഗീകരിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാരുടെ വരണ്യ മനസ്സ് ഒരിക്കലും തയ്യാറായിട്ടില്ല. നരേന്ദ്രമോദിജി ഒരു പിന്നോക്ക ജാതിക്കാരനാണ്, ഒരു പാവപ്പെട്ടവന്റെ മകനാണ്, ഒരു ചായ വിറ്റ് നടന്ന ഒരാളുടെ മകനാണ്. അങ്ങനെയുള്ള ഒരാൾ പ്രധാനമന്ത്രിയായി എന്നുള്ളത് അംഗീകരിക്കാൻ കോൺഗ്രസിന്റെ വരണ്യ നേതൃത്വത്തിന് ഇന്ത്യയിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാനത്തെ കോടതികളിലെത്തുന്ന നിരവധി പോക്സോ കേസുകൾ ഒത്തുതീർപ്പാക്കുന്നുവെന്ന് കണ്ടെത്തിയത് സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം. ഇടനിലക്കാരാകുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർമാരാണെന്നും റിപ്പോർട്ടിലുണ്ട്. വിഷയം DGP വിളിച്ച ഉന്നതതല യോഗം ചർച്ച ചെയ്തു. നെയ്യാറ്റിൻകര പോക്സോ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒത്തുതീർപ്പിന് 10 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്ന ഇരയുടെ പരാതിയിൽ നിന്നാണ് സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. സംസ്ഥാനത്തെ കോടതികളിലെത്തുന്ന നിരവധി പോക്സോ കേസുകളും ഒത്തുതീർപ്പാക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഇടനിലക്കാരാവുന്നുവെന്ന ഗുരുതര കണ്ടെത്തലാണ് ഉണ്ടായത്. വിഷയം DGP വിളിച്ച ഉന്നതതല യോഗത്തിൽ ചർച്ച ചെയ്തു. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഓരോ കേസും പരിശോധിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് നിർദ്ദേശം നൽകി. പല കേസിലും അട്ടിമറി വരെ നടക്കുന്നുവെന്നും കണ്ടെത്തലുണ്ട്. അതിനാൽ DIGമാർ ഓരോ കേസുകളും പ്രത്യേകം പഠിക്കണമെന്നും കോടതിയിലെ കേസുകൾ നിരീക്ഷിക്കാനും DGP നിർദ്ദേശിച്ചു. സാക്ഷികളെയും ഇരകളെയും സഹായിക്കാൻ പ്രത്യേകം പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കാനും യോഗത്തിൽ തീരുമാനമായി. എല്ലാ ജില്ലാ പോലീസ് മേധാവിമാരോടും പോക്സോ കേസുകളുടെ വിശദമായ വിവരങ്ങൾ കോടതിയിൽ നിന്ന് ശേഖരിച്ച് നൽകാനും ക്രമസമാധാന ചുമതലയുള്ള ADGP ആവശ്യപ്പെട്ടു. പോക്സോ കേസിൽ ഒത്തുതീർപ്പിന് വ്യവസ്ഥയില്ലെന്നിരിക്കെ കേസുകൾ അട്ടിമറിക്കപ്പെടുന്ന ഗുരുതരമായ സാഹചര്യമാണ് യോഗം വിലയിരുത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. കേപ്പ് ടൗൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ 8 വിക്കറ്റിന്റെ ചരിത്ര വിജയവുമായി ടീം ഇന്ത്യ. ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ 79 റൺസ് വിജയലക്ഷ്യം യശസ്വി ജയ്സ്വാളിന്റെയും ശുഭ്മാൻ ഗില്ലിന്റെയും വിരാട് കോഹ്ലിയുടെയും വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തി. ഇന്ത്യ 12 ഓവറിൽ മറികടന്നു. 23 പന്തിൽ 28 റൺസ് എടുത്ത യശസ്വി പുറത്തായപ്പോൾ 11 പന്തിൽ 10 റൺസ് എടുത്ത ഗില്ലും വിജയത്തിനരികെ 11 പന്തിൽ 12 റൺസ് എടുത്ത് കോഹ്ലിയും വീണെങ്കിലും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ശ്രേയസ് അയ്യരും ചേർന്ന് ഇന്ത്യൻ വിജയം പൂർത്തിയാക്കി. 17 റൺസുമായി രോഹിതും 4 റൺസോടെ ശ്രേയസും പുറത്താകാതെ നിന്നു. വിജയത്തോടെ 2 മത്സര പരമ്പര ഇന്ത്യ 1-1 സമനിലയിൽ പിടിച്ചു. സെഞ്ചുറിയിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക ഇന്നിംഗ്സ് ജയം സ്വന്തമാക്കിയിരുന്നു. പുതുവർഷത്തിൽ ജയത്തോടെ തുടങ്ങിയ ഇന്ത്യ കേപ്പ് ടൗണിൽ ആദ്യ വിജയമാണ് സ്വന്തമാക്കിയത്. ടെസ്റ്റ് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ ഓവറുകളിൽ പൂർത്തിയായ മത്സരമെന്ന നാണക്കേടും കേപ്പ് ടൗൺ ടെസ്റ്റിനായി. 2 ദിവസങ്ങളിലായി 5 സെഷനുകൾക്കുള്ളിൽ 107 ഓവറുകളിലാണ് മത്സരം പൂർത്തിയായത്. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി ഉത്സവത്തിന് കൊല്ലത്ത് അല്പസമയത്തിനകം തിരുതെളിയും. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9 മണിക്ക് ആശ്രാമം മൈതാനത്തെ പ്രധാന വേദിക്കരികെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തിയതോടെ കലാമേളയ്ക്ക് ഔദ്യോഗിക തുടക്കമായി. 24 വേദികളിൽ 239 ഇനങ്ങളിൽ 14,000 കുട്ടികൾ 5 നാൾ നീണ്ട കലാമാമാങ്കത്തിൽ മാറ്റുവെക്കും. ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്തമാണ് ഇന്നത്തെ ഗ്ലാമർ ഇനം.